ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ മഹാദേവി നമ. യോഗമായയുടെ പ്രഭാവത്തെ പറ്റിയാണ് അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു തന്നത്. ഇത് പറയുന്നു, ഇനി ആ ദേവിയുടെ സച്ചരിത്രങ്ങൾ പറഞ്ഞു തരണം. ഈ പ്രപഞ്ചം തന്നെ ആ പരാശക്തിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ ആ ദേവിയുടെ പ്രഭാവങ്ങളും കേൾക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. വേദവ്യാസ മഹർഷി പറഞ്ഞു, ഈ കഥകളിൽ വളരെയധികം ശ്രദ്ധ കാണിക്കുന്ന അങ്ങയോട് അതിനെപ്പറ്റി പറയാതിരിക്കുന്നത് മൂഢത്വമാവും. അങ്ങയുടെ ശ്രദ്ധ കണ്ടിട്ട് എനിക്ക് ചാരിതാർത്ഥ്യം തോന്നുന്നു. സുഹൃത്തുക്കളെ, ഈ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ. സുഹൃതം ചെയ്യാത്തവർക്കൊന്നും ഈ കഥ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഭഗവത്പരമായ കഥകൾ കേൾക്കണമെന്ന് തോന്നണമെങ്കിൽ നമ്മൾ സുഹൃതം ചെയ്തിട്ടുണ്ടാവണം. പണ്ട് മഹിഷാസുരൻ എന്ന മഹാബലവാന ഒരു അസുരൻ നാട് ഭരിച്ചിരുന്നു. ആ കാലത്ത് ദേവന്മാരുടെ സൈന്യങ്ങളും അസുരന്മാരുടെ സൈന്യങ്ങളും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ആയിടക്ക് മഹിഷാസുരൻ ഹിമാലയത്തിൽ പോയി സ്വർഗാധിപന്മാർ പോലും വിസ്മയിക്കുന്ന മട്ടിൽ ഘോരമായ തപസ് ചെയ്തു. അസുരന്റെ തപസ്സിൽ സന്തുഷ്ടനായി ബ്രഹ്മദേവൻ ഹംസാരൂഢനെ ദർശനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആര്? ബ്രഹ്മദേവൻ. ഈ അസുരന്മാരെല്ലാം ഒന്നിക്ക് ബ്രഹ്മാവിനെ അല്ലെങ്കിൽ മഹാദേവനെ തപസ് ചെയ്യുള്ളൂ. അവര് പ്രത്യക്ഷപ്പെട്ടും ചെയ്യും, തഥാസ്തു എന്ന് പറയുകയും ചെയ്യും. ഞാൻ നിന്റെ തപസ്സിൽ സന്തുഷ്ടനായിരിക്കുന്നു ഭക്ത, ഇഷ്ടമുള്ള വരത്തെ ചോദിക്കാം, എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അസുരൻ പറഞ്ഞു, ദേവദേവ, ആ പ്രഭു, ഞാൻ അമരത്വം ആഗ്രഹിക്കുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, അസുര ശ്രേഷ്ഠ, ജനിച്ചവർക്ക് മരണവും മരിച്ചവർക്ക് ജനനവും ഉണ്ട്. അത് ദൈവനിശ്ചയമാണ്. ഉത്തുംഗമായ ശൃംഗങ്ങൾ പോലും കാലക്രമത്തിൽ നശിക്കുന്നു, കടലും ഇല്ലാതാവും. അതുകൊണ്ട് അമരത്വം ഒഴിച്ച് മറ്റെന്ത് വരം വേണമെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ മഹിഷാസുരൻ പറഞ്ഞു, എന്നെ ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ വധിക്കാൻ പാടില്ല. പുരുഷന്മാരായി ജനിച്ചവരിൽ നിന്നും എനിക്ക് മൃത്യു ഉണ്ടാവരുത്. മരണം ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു, ബ്രഹ്മദേവ, എന്റെ മൃത്യു സ്ത്രീയിൽ നിന്നായിക്കോട്ടെ. സ്ത്രീകൾ അബലകളായതുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് മൃത്യു വരില്ല എന്ന ധൈര്യം അസുരനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പെണ്ണുങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ലല്ലോ, അബലകളല്ലേ, വലിയ ആരോഗ്യമൊന്നും കാണൂല. ഇവൻ വലിയ ഘടാഘടി, ഇവന്റെ കയ്യോളെ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കും. ബ്രഹ്മാവ് പറഞ്ഞു, അസുര, നിന്റെ മൃത്യു ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ സംഭവിക്കട്ടെ. പുരുഷനിൽ നിനക്ക് മൃത്യു ഉണ്ടാവുകയില്ല. വരം കൊടുത്തതിന് ശേഷം ബ്രഹ്മാവ് സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. വരം കിട്ടിയ സന്തോഷത്തോടുകൂടി ദൈത്യരാജനും സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. ജനമേജയം ചോദിക്കുന്നു, അല്ലയോ വ്യാസ മഹാശയ, ആശക്തനായ മഹിഷാസുരൻ ആരുടെ പുത്രനാണ്? ആസുരന് എങ്ങനെയാണ് പോത്തിന്റെ രൂപം കിട്ടിയത് എന്ന് ചോദിച്ചു. പോത്തിന്റെ രൂപം കിട്ടിയോണ്ടല്ലോ മഹിഷാസുരൻ പേര് വന്നത്. പണ്ട് ഭൂമിയിൽ കീർത്തിമാനായ ധനുവിന്റെ മക്കളായി രംഭനും കരംഭനും എന്നു പേരുള്ള 2 അസുരന്മാരുണ്ടായിരുന്നു. അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല ദൈവാദിനം കൊണ്ട്. അതുകൊണ്ട് അവർ പുത്രലാഭത്തിനു വേണ്ടി പഞ്ചനദം എന്ന സ്ഥലത്ത് ചെന്ന് കുറേയധികം വർഷം കഠിന തപസ് അനുഷ്ഠിച്ചു. അവരുടെ തപസ് പ്രത്യേക രീതിയിലായിരുന്നു. കരംഭന് വെള്ളത്തിൽ മുങ്ങിക്കിടന്നു, രംഭൻ പഞ്ചാഗ്നി മധ്യത്തിരുന്നുമായിരുന്നു. ഇവരുടെ കഠിന തപസ് കണ്ടും ഇന്ദ്രന് പരിഭ്രമമായി. അവരുടെ തപസ് മുടക്കാൻ ഇന്ദ്രൻ മുതലയായി വെള്ളത്തിൽ കൂടിച്ചെന്ന് കരംഭന്റെ കാലിപ്പിടി കൂടി വെള്ളത്തിൽ മുക്കിക്കൊന്നു. സഹോദരന്റെ മരണം അറിഞ്ഞ രംഭൻ ക്രോധാകുലനായി. രംഭൻ തന്റെ ഇടത് കൈകൊണ്ട് സ്വന്തം തലമുടി ചുറ്റിപ്പിടിച്ച് വലത് കൈകൊണ്ട് തന്നെ മൂർച്ചയുള്ള വാളെടുത്ത് തല വെട്ടി അഗ്നിയിൽ ഹോമിക്കാൻ ഒരുമ്പെട്ടു. ഉടനെ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് രംഭന്റെ ശ്രമത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, ധനുജ, അസുര, നീ എന്ത് മൂർഖത്വമാണ് കാണിക്കുന്നത്? ആത്മഹത്യ പാപമാണെന്നറിഞ്ഞുകൂടെ നിനക്ക്? എന്ത് വരമാണ് വേണ്ടത്? മരണം കൊണ്ട് എന്ത് നേടാനാണ് എന്ന് ചോദിച്ചു. അത് ചോദിച്ചു അഗ്നിദേവൻ. അഗ്നിഭഗവാന്റെ വാക്കുകൾ കേട്ട് രംഭൻ സ്വന്തം വധോദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, അഗ്നിദേവ, എന്റെ തപസ്സുകൊണ്ട് അങ്ങ് സന്തോഷിച്ചുവെങ്കിൽ എനിക്കൊരു പുത്രനുണ്ടാവാൻ അനുഗ്രഹിക്കണം. അവൻ ദേവന്മാർക്കും അസുരന്മാർക്കും അജയ്യനാവണം. സർവരാലും വന്ദിക്കപ്പെടുന്നവനും സ്വേച്ഛയാ നാനാരൂപങ്ങൾ ധരിക്കുവാൻ കഴിവുള്ളവനുമായിരിക്കണം. രംഭന്റെ പരാഭ്യർത്ഥന കേട്ട് അഗ്നിദേവൻ പറഞ്ഞു, നിന്റെ ആഗ്രഹത്തിനൊത്ത ഒരു പുത്രൻ നിനക്ക് ജനിക്കും. നിനക്ക് ഏത് സ്ത്രീയിൽ പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു അവളിൽ നിനക്ക് ബലവാനായ ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്യും. അഗ്നിദേവന്റെ വരദാനത്തിൽ സന്തുഷ്ടനായി രംഭാസുരൻ സ്വഗൃഹത്തിലേക്ക് തിരിച്ചു.
പോകുന്ന വഴിയിൽ വെച്ച് രൂപവതിയായ ഒരു മഹിഷിയെ കണ്ടു. മഹിഷിയും രംഭനെ തന്നെ നോക്കി നിന്നു. അവളുടെ നോട്ടത്തിലും സൗന്ദര്യത്തിലും മഹിഷിക്കുന്ന സൗന്ദര്യം ഭ്രമിച്ച് ഈശ്വരേച്ഛ കൊണ്ട് രംഭൻ ആ മഹിഷിയെ കൂട്ടി പാതാളത്തിൽ പോയി. താമസിയാതെ ആ എരുമ ഗർഭിണിയായി മറ്റു പോത്തുകളുടെ ഉപദ്രവമില്ലാതിരിക്കാൻ രംഭൻ ശ്രദ്ധിച്ചു. അങ്ങനെ തന്റെ പ്രേയസിയൊത്ത് പാതാളത്ത് കഴിയുമ്പോൾ കാമാന്ധനായ ഒരു പോത്ത് തന്റെ പ്രാണനാഥയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഉടനെ രംഭന പോത്തിനെ കൊല്ലാനായി ഇതിന്റെ അടുത്തേക്ക് ചെന്നു. രംഭന പോത്തിനെ ഉക്കോടെ അടിച്ചു. ആ പോത്തിന്റെ രംഭനെ തന്റെ കൊമ്പ് കൊണ്ട് അമർത്തി കുത്തി. മൂർച്ചയുള്ള കൊമ്പിന്റെ കുത്തേറ്റ് രംഭൻ നിലത്ത് വീണ് മരിച്ചു. ഈ രംഭനാണ് ഇവന്റെ ഈ മഹിഷാസുരന്റെ അച്ഛൻ എന്ന് പറയുന്നത്. ഭർത്താവിന്റെ മരണം കണ്ട് യക്ഷരാജ്യത്തേക്ക് പേടിച്ചോടിയ എരുമയെ കാമാന്ധനായ ആ പോത്ത് പിന്തുടർന്നു. മതോദ്ധതനായ പോത്തിന്റെ വരവുണ്ടായ ഒരു ഉറക്കെ കരഞ്ഞു. അവിടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് അവിടെയുള്ള യക്ഷന്മാർ ഓടി വന്നു. പിന്നീട് പോത്തും യക്ഷന്മാരും കൂടി ഘോരമായ യുദ്ധം നടന്നു. യക്ഷന്മാരുടെ അമ്പേറ്റ് പോത്ത് ചത്തുപോയി. യക്ഷന്മാർ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഭന്റെ ശവം സംസ്കരിക്കാൻ ചിത കൂട്ടി. തന്റെ പ്രാണപ്രിയന്റെ ശവം ചിതയിലേക്ക് വെച്ചത് കൊണ്ട് ദുഃഖാർത്ഥയായ മഹിഷി ആ ചിതയിലേക്ക് ചാടാൻ തീർച്ചയാക്കി. യക്ഷന്മാരുടെ തടസ്സങ്ങളെ വകവെച്ചില്ല അവള്. അങ്ങനെ ഗർഭിണിയായ ഒരുമ രംഭന്റെ ചിതയിലേക്ക് ചാടി. ആ ചിതാമധ്യത്തിൽ നിന്ന് മഹിഷൻ ജനിച്ചു. പുത്രവത്സലനായ രംഭൻ വേറൊരു രൂപമെടുത്ത് ചിതയിൽ നിന്ന് പുറത്തു വന്നു. അതാണ് രക്തബീജൻ. പിന്നീട് അസുരന്മാർ മഹിഷന്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അങ്ങനെ മഹിഷനും രക്തബീജനും ദേവന്മാർക്ക് അജയ്യനായും അവധ്യനായും അഹങ്കാരത്തോടെ ജീവിച്ചു. രാജൻ, ഞാൻ അഹങ്കാരിയായ മഹിഷന്റെയും രക്തബീജന്റെയും ഉൽപ്പത്തിയെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്തെ അധ്യായത്തില് മഹിഷോൽപ്പത്തി. ഇങ്ങനെ നമ്മള് ഒന്നാമത്തെ അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലാണ് മഹിഷോൽപ്പത്തി പറഞ്ഞത്. ഇനി മൂന്നാമത്തെ അധ്യായത്തില് ദേവേന്ദ്രനുമായുള്ള ബുദ്ധശ്രമം. ബ്രഹ്മാവിന്റെ പരബലത്താൽ മതോദ്ധതനായ മഹിഷൻ രാജ്യമെല്ലാം കീഴടക്കി തന്റെ ചൊൽപ്പടിയിലാക്കി. നീണ്ടുകിടക്കുന്ന സമുദ്രത്തെയും ഭൂമിയെയും വെട്ടിപ്പിടിച്ച് എതിരാളികളെ കുട്ടാവർപ്പിച്ചു. അഹങ്കാരിയും മഹാവീരനുമായ ചിക്ഷുരനെ സേനാനായകനാക്കി. ഭണ്ഡാരമന്ത്രിയായി താമ്രനെ നിയോഗിച്ചു. താമ്രന്റെ കൂടെ ധാരാളം പടയാളികളും ഉണ്ടായിരുന്നു. വിസ്തൃതമായ ധരയെയും അതിന്റെ അരഞ്ഞാണമായി ശോഭിക്കുന്ന കടലിനെയും ഭരിക്കാൻ അന്വിലൻ, വിടാലൻ, ഉദർക്കൻ, ത്രിനേത്രൻ, ബാഷ്കളൻ, ബന്ധകൻ തുടങ്ങിയ അസുരന്മാരെ നിയോഗിച്ചു. സാമന്ത രാജാക്കന്മാർ മഹിഷന് കപ്പം കൊടുക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ക്ഷാത്രധർമ്മം അനുസരിച്ച് നടന്നവരെ വധിച്ചു. ഭൂമിയിലുള്ള ഭൂദേവന്മാരെ തന്റെ അധീനത്തിലാക്കി. യജ്ഞഭാഗം മഹിഷാസുരന് സമർപ്പിക്കാൻ അവർ നിർബന്ധിതരായി. ഭൂമി മുഴുവൻ വെട്ടിപ്പിടിച്ച ദുരാഗ്രഹിയായ മഹിഷാസുരൻ സ്വർഗവും തന്റെ അധീനത്തിലാക്കാൻ ശ്രമം തുടങ്ങി. അതിനു മുന്നോടി എന്നോണം ഒരു ദൂതനെ ഇന്ദ്രന്റെ അടുത്തേക്ക് അയക്കാൻ തീർച്ചയാക്കി. അതിനായി എന്ത് ചെയ്തു? ഒരു ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു മഹിഷാസുരൻ, ഹേ മഹാബാഹോ, നീ സ്വർഗത്തിൽ പോയി ഇന്ദ്രസഭയിലെത്തി എന്റെ ശാസന അറിയിക്കണം കേട്ടോ. ഇതാണ് ശാസന. ഒന്നുകിൽ സ്വർഗം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വീരനായ മഹിഷാസുരനെ ആശ്രയിക്കുക. ആശ്രയിച്ചാൽ അവൻ ദയാലുവാണ്, എന്നെ രക്ഷിക്കും. അതുകൊണ്ട് ശചീപതേ അവനെ ചെന്ന് സേവിക്കുക, അല്ലെങ്കിൽ വജ്രായുധമെടുത്ത് യുദ്ധത്തിനൊരുങ്ങുക. അഹല്യാചാര, നിങ്ങളുടെ പൗരുഷമൊക്കെ ഞങ്ങൾക്ക് അറിയാം. കണ്ടോ, ചീത്ത വിളിക്കാൻ. ഇതാണ് ഇത് ദുഷ്ടന്മാരുടെ സ്വഭാവം. വൃത്തികേട് പറയണം ആദ്യം തന്നെ. അല്ലെങ്കിൽ മഹിഷാസുരന്റെ ദാസത്വം സ്വീകരിക്കുക, ഏതാണ് സമ്മതമെങ്കിൽ അത് ചെയ്യുക എന്ന് ദൂതനോട് പറഞ്ഞത്. ദൂതന്റെ വാക്കുകൾ കേട്ട ഇന്ദ്രന്റെ ഉള്ളിൽ കലശലായ കോപം വന്നുവെങ്കിലും അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മൂഢ, നീ എന്തിനാണ് ഈ അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ പ്രഭുവിന്റെ രോഗത്തിന് എന്റെ കയ്യിൽ ചികിത്സയുണ്ട്. അവന്റെ കുലം സമൂലം മുടിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ അവനോട് ചെന്ന് സത്യമായി തന്നെ പറയുക. സൂതന്മാരെ കൊല്ലാൻ പാടില്ല എന്ന് ശാസ്ത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. ഇത് കൂടി ചെന്ന് പറയുക എന്ന് പറഞ്ഞിച്ചു. എരുമക്ക് പറഞ്ഞ പുത്ര, യുദ്ധമാണ് കൊതിക്കുന്നതെങ്കിൽ വരിക, ഞാനും തയ്യാറായിരിക്കാം. പുല്ല് തിന്ന പോത്തുകളാണോ യുദ്ധം ചെയ്യാനൊരുങ്ങുന്നത്?
നിന്റെ കൊമ്പിന്റെ ബലം കൊണ്ടാണ് നീ ഇത്ര ഉദ്ധിതനാവുന്നതെന്ന് എനിക്കറിയാം. വേഗം യുദ്ധത്തിന് വരിക. ആ കൊമ്പ് കൊണ്ട് ഞാൻ ബലമുള്ളൊരു വില്ല് തീർപ്പിക്കുന്നുണ്ട്. നിനക്ക് യുദ്ധത്തിന് സാമർഥ്യം പോരാ. കൊമ്പ് കൊണ്ട് വെട്ടുന്നതിലാണ് മിടുക്ക്. ഇവന്റെ വാക്ക് കേട്ട് ഉടനെ തന്നെ ദൂതൻ മഹിഷാസുരന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു കേട്ടോ. എന്നാൽ അവൻ ഒട്ടും വകവെക്കുന്നില്ല. ദേവന്മാരുടെ സൈന്യബലം കണ്ട് താൻ അജയ്യനാണെന്ന് അഹങ്കരിച്ചിരിക്കുകയാണ്. പ്രഭുവിന് നന്മ വരുവാൻ ആഗ്രഹിക്കുന്ന ഭൃത്യൻ പ്രഭുവിന്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കണം എന്ന് നീതിശാസ്ത്രം പറയുന്നുണ്ട്. ശുഭേച്ഛുവിന് കോപം ഭൂഷണമല്ല. ശത്രുവിന്റെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വിഷം വമിക്കുന്നതായിരിക്കും. അപ്രകാരമുള്ള ക്രൂരവചനങ്ങൾ ഭൃത്യൻ എങ്ങനെയാണ് തന്റെ സ്വാമിയോട് പറയുക? ഇന്ദ്രൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ പറയുവാൻ എനിക്ക് സാധ്യമല്ല. ദൂതന്റെ വാക്കുകൾ ക്രോധാകുലനായ മനുഷ്യൻ ദേഷ്യം കൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ തന്റെ ഭൃത്യരായ ദൈത്യന്മാരോട് പറഞ്ഞു, ഇന്ദ്രൻ കീഴടങ്ങാൻ ഭാവമില്ല കേട്ടോ. യുദ്ധമാണത്ര ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിനുള്ള പടപ്പുറപ്പാട് തുടങ്ങുവേ. കോടിക്കണക്കിന് ഇന്ദ്രന്മാർ വന്നാലും എനിക്ക് ഭയമില്ല. ഞാൻ ഒറ്റക്ക് അവനെ കൊല്ലുന്നുണ്ട്. ആ വിഡ്ഢി മുനിമാരുടെ മുമ്പിൽ ചെന്ന് തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നവനാണ്. ശാന്ത സ്വഭാവമുള്ളവരോട് തന്റെ ശൂരത്വം വിളമ്പുന്നവനും ചതിയനും ശ്രീരത്നവുമാണ്. പാപങ്ങളുടെ ഒരു ലാനയാണ്, കുതിരയാണ്, എനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഹങ്കാരല്ല അത്. പണ്ട് അപ്സരസുകളുമായി ചെന്ന് നരനാരായണന്മാരുടെ തപസ്സിളക്കാൻ ശ്രമിച്ചു. പാലാഴി മഥനം ചെയ്ത് അമൃത ദൈത്യർക്കും പങ്കുവെക്കാമെന്ന് പറഞ്ഞ് അവൻ നമ്മുച്ചിയെ കൊല്ലാൻ കൂട്ടുനിന്നില്ലേ. കാപട്യം കൊണ്ട് എന്തും നേടിയെടുക്കുന്നവനാണ് വിഷ്ണു. ഏത് വേഷവും അവൻ കെട്ടു. പണ്ട് പന്നിയായി വന്ന ഹിരണ്യാക്ഷനെയും നരസിംഹാകൃതി കൊണ്ട് ഹിരണ്യകശിപിനെയും വധിച്ചു. ഞാൻ എന്ത് ചെയ്താലും എന്തായാലും കീഴടങ്ങാൻ ഭാവമില്ല. സുരന്മാരെ വിശ്വസിക്കുകയുമില്ല. ഓഹോ ഓഹോ ഇങ്ങനെ പറഞ്ഞു. രണഭൂമിയിൽ വിഷ്ണുവും ദേവന്മാരും എന്നോട് ഇങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് കാണാമല്ലോ. മഹാബലവാനായ രുദ്രഭഗവാനും ദേവിയും രണഭൂമിയിൽ വിഷ്ണുവും ദേവന്മാരും എന്നോട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് കാണാമല്ലോ. കണ്ടറിയാലോ നമുക്കത്. മഹാബലവാനായ രുദ്രഭഗവാനും എനിക്ക് സമനല്ല. ദേവേന്ദ്രനെയും മറ്റു ദേവന്മാരെയും കുബേരനെയും മുച്ചോട് നശിപ്പിച്ച് നാഗലോകം കീഴടക്കും. പിന്നെ അല്ല, ഞാനായിരുന്ന വിചാരം? അവരെ ജയിച്ച് നമുക്ക് സ്വർഗത്തിൽ വെച്ച് ഭാഗം ഭുജിക്കാം. ഓഹോ അതായിപ്പം ആഗ്രഹം. സോമപാനം ചെയ്ത് അപ്സര സ്ത്രീകളുമായി നൃത്തമാടാം. പാരിജാത പുഷ്പങ്ങൾ സ്വർഗലോകത്തിലെ ഉദ്യാനത്തിൽ യഥേഷ്ടം വിഹരിക്കാം. ബ്രഹ്മാവിന്റെ പക്കൽ നിന്ന് വരം കിട്ടിയതുകൊണ്ട് എനിക്കൊട്ടും ഭയമില്ല. സ്ത്രീയിൽ നിന്നേ മരണം ഉണ്ടാവൂ എന്ന് അദ്ദേഹം വരം തന്നിട്ടുണ്ടല്ലോ. ബലവാനായ എന്നെ കൊല്ലാൻ ഏതപലക്കാണ് സാധ്യമാവുക? വേഗം പാതാളത്തിലൂടെ നമ്മുടെ സൈന്യങ്ങളെ വരുത്തുക. അവരെ വധിക്കാൻ ഞാൻ മാത്രം മതി. എങ്കിലും അലങ്കാരമായി നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ കുളമ്പും കൊമ്പും മാത്രം മതി അവരൊക്കെ വധിക്കാൻ. പരലാഭം കൊണ്ട് എനിക്ക് ഒട്ടും പേടിയില്ല. ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ഞാൻ അവധ്യനാണ്. അതുകൊണ്ട് ദേവലോകം കീഴടക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ശുദ്ധയും സുരഭിപ്പാലും ചേരാൻ നരകളെ ജയിക്കാം. ഉർവശി, രംഭ, മേനക, തിലോത്തമ, പ്രമദ്വര, മഹാസേന, മിത്രകേശി, മതോത്കട, കുറെണ്ണുണ്ട് തുടങ്ങിയ നൃത്ത സംഗീത വിദഗ്ധരൊത്ത് നമുക്ക് ആടിപ്പാടി രസിക്കാം. അവർ പലതരത്തിലുള്ള മദ്യവും നൽകി നമ്മളെ സേവിക്കുക. അതാണ് സമുദ്രങ്ങൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ. തുടങ്ങിക്കൊള്ളുവിൻ. ദേവന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കർമ്മങ്ങൾ നടത്തിയാലും അതിനായി ശുക്രമുനിയെ ആചാര്യനായി വരിച്ചു യഥാവിധി പൂജിക്കണം. ദൈത്യന്മാരുടെ ഇപ്രകാരം മാറ്റം നൽകിയ ശേഷം മഹിഷാസുരൻ കാമോദം സ്വാലയം പോകി എന്ന് പറയുന്നു. അങ്ങനെ ഈ ദൈത്യ സൈന്യോദ്യോഗം എന്ന 3-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ ശരണം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.